ഇങ്ങോട്ട് വാ, ഇടത്തോട്ട് പിടിച്ചു വാ. രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുള്ളത് ആമപ്പാറയിലുള്ളത്. ആമപ്പാറയിൽ ദാസപ്പന ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഉണങ്ങി മുരിഞ്ഞ് കരിഞ്ഞ് കിടക്കുവാണ്. പക്ഷെ നമുക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. എന്നാലും ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാഴ്ചയും സൗന്ദര്യം എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. എന്നാൽ പോലും വേണ്ടില്ല, മഴക്കുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ നേരത്തെ നമ്മളൊന്ന് ചെയ്തതാണ്. എന്നാൽ പോലും നമുക്ക് ഒന്നും കൂടെ ഇവിടുത്തെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോട്ടയത്തു നിന്നുള്ള ബിന്നിച്ചേട്ടനാണ്. അപ്പോൾ ബിന്നിച്ചേട്ടൻ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നുന്നത്. ഇതുപോലെ ഈ മലയുടെ മുകളിൽ കയറുമ്പോൾ പേടിയാണ്, കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ബിന്നിച്ചേട്ടാ, അപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശം കണ്ട് ബിന്നിച്ചേട്ടൻ വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ബിന്നിച്ചേട്ടൻ വന്നതാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ കാഴ്ചകളല്ല ബിന്നിച്ചേട്ടനും ഞാനും ദാസപ്പനും കൂടിയാണ് ഇന്ന് ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. ബിന്നിച്ചേട്ടൻ തന്നെ ഭയങ്കര അതിശയമായിട്ട് തോന്നിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ മലയുടെ മുകളിലെ ഈ കാഴ്ചയും സൗന്ദര്യം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നമ്മുടെ കാഴ്ചയിലോട്ട് നമുക്ക് പോവാം. ഇങ്ങനെ ഈ ആമപ്പാറ താഴോട്ട് കാണുന്ന ഒരു ചോലയാണ്. അപ്പോൾ ഇതിങ്ങനെ വർഷകാലം ആകുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ ഇതിലെ വെള്ളം. പക്ഷേ എന്നാണെങ്കിലും വേണ്ടില്ല, ഇപ്പോൾ നല്ല ഉണങ്ങി മുരിഞ്ഞ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്താലാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നത്. തിരിച്ച് അങ്ങോട്ട് തന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ദാസപ്പൻ അവിടെ വഴിയിൽ ഇരുത്തിയിരിക്കുന്നത്. ആ സൈഡിൽ നിന്നാണ് വന്നത്. ഇവിടെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അങ്ങോട്ട് പോകരുതെന്നാണ് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ പോയി. പക്ഷേ എന്നാലും നമ്മൾ അതിനേരം അവിടെ നിന്നില്ല. നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോരുകയാണ്. പക്ഷേ അവിടെ വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ശരിക്കും കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷാ ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ദാസപ്പനെ ഇവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് ഈ വഴിയിലൂടെയാണ് നമുക്ക് താഴോട്ട് പോകേണ്ടത്. തനി പാറയാണ്. പാറയിൽ കൂടെ വേണം താഴോട്ടിറങ്ങി പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ മലയുടെ മണ്ട വേണം നമുക്ക് ചെല്ലാൻ. അപ്പോൾ ഈ വഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വന്നത്. ഇവിടുന്ന് നമ്മളിനി മേപ്പോട്ട് കയറി. ഇവിടുന്ന് ഏകദേശം ഇനി നമുക്കൊരു 1 കിലോമീറ്ററിന് മേപ്പോട്ടുണ്ട്. അവിടെ ചെന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലൂടെ ചെല്ലത്തുള്ളൂ. എനിച്ചേട്ടൻ മടുത്തെന്നാണ് പറഞ്ഞത്. ഇനി ഈ പരിപാടിക്കായില്ലെന്നാണ് പറഞ്ഞത്. അതേ അവിടെ നിൽക്കുക, ക്ഷീണിതനായിട്ടാണ് നിൽക്കുന്നത്. എനിച്ചേട്ടാ എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? മടുത്തോ? ഇങ്ങനെ ഒരു ആസപ്പം വെനിച്ചേട്ടൻ കൊണ്ട് ഇരുന്നാക്കാം പോയിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും വെനിച്ചേട്ടൻ കൊണ്ട് പോവാം നമ്മൾ. ഇവിടെ മൃഗങ്ങളൊക്കെ വരുമോ? മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ? ഇപ്പൊ കുരങ്ങ് മാത്രമേ ഉള്ളൂ. വന്നി ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് ഇപ്പം കയറി പോവാം. നമുക്ക് കയറി പോവാം. വണ്ടി കൊണ്ടുപോവാം. അപ്പോൾ വണ്ടി അവിടെ കയറി പോവാം. ഹലോ, ഇവിടുത്തെ 3-ാം ദിവസം മഴയൊക്കെ പെയ്തുകൊണ്ട് വഴി മോശം പേര് ഈ പാറ കൂടെയൊക്കെയാണ് വണ്ടി ഇറക്കി വരുന്നത്. ഇതിലാണ് ഇപ്പോൾ ആ വണ്ടി ഇറങ്ങി വന്നത്. എന്നാലുള്ളൂ ഇവിടെ വരുന്നവർക്ക് നല്ല അഡ്വഞ്ചറായിട്ട് നല്ലൊരു സ്പേസാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ ജീപ്പാണ്. 4x4 ജീപ്പ് മാത്രമേ ഇവിടെ കയറത്തുള്ളൂ. മറ്റുള്ള വണ്ടികൾ ഇവിടെ കയറത്തില്ല. പക്ഷെ വഴി അത്രയും ദുർഘടമാണ്. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കാറ്റ് അനുഭവപ്പെടുമ്പോൾ എന്താ പൊന്നു മോനെ എന്നാ ഒരു സുഖമാണെന്ന് പറയാം. കാരണം അവിടെ നമ്മൾ വെയിൽ കൊണ്ട് മടുത്താ കയറി വരുന്നത്. ഇവിടെ വരുമ്പോൾ ഈ കാറ്റങ്ങ് അടിക്കുമ്പോണ്ടല്ലോ ആ മോനെ
ആദ്യം വന്ന് നിന്ന് അങ്ങേ മലയിലാണ് പോയി നിന്നത്. ആ കാണുന്ന മലയിൽ നമ്മൾ നിന്നത്. അവിടെ നമ്മൾ ഇത്ര നടന്നു വന്നു. എന്നാലും ഇവിടെ നിന്ന് കാണുന്നൊരു ഭംഗി എന്ന് പറയാനുള്ള വേറെ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു കാഴ്ചയും തമിഴ്നാട് ഗ്രാമപ്രദേശത്തിൻ്റെ അതുപോലെ തേനി ഭാവമൊക്കെ കാണുന്നത്. ഇവിടെ അങ്ങ് ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പം ഇതിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് തമിഴ്നാടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഏകദേശം നമുക്കിനി ഒരു 500 മീറ്റർ കൂടെ ദൂരത്തിൽ വേണം നമുക്കിനി നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യത്തോട്ട് ചെല്ലാൻ. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകളും കഫേകളും എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. മേടിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ചേട്ടാ എന്തെങ്കിലും ഇങ്ങനെ കിട്ടുന്നേ ആ മലക്കൂടെയുള്ള ജീപ്പുകളാണ് ഇതിലെ വരുന്നത് കേട്ടോ. അതിലെല്ലാം കയറി വരാം, പക്ഷേ വഴിയായിട്ടല്ല, എല്ലാം ഓഫ് റോഡ് വഴികളാണ്. ഇതിലാണ് അപ്പം ആ ഒരു ജീപ്പ് കയറി വന്നത്. വഴിയുടെ ഒരു കിടപ്പുണ്ടോ. അങ്ങനൊരു വണ്ടി കയറി വരുന്ന ഭാഗമാണ്, കാഴ്ചയാണ്. നമ്മൾ ഇറങ്ങി വരുന്നൊരു വണ്ടി നമ്മൾ കണ്ടു. എന്താ പൊന്നു മോനെ, ജീപ്പ് ഓടിക്കുന്നവര് ഏതിലാ വേണമെങ്കിലും വണ്ടി ഓടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആമയുടെ സ്റ്റാച്ചു ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ ഇതെന്നാൽ ഇത് മൂടി പൊതിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി വരും കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ഓപ്പണൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടുന്ന് കാണാൻ തന്നെ നമുക്കൊരു ഭയങ്കര ഭംഗിയായിരിക്കും. പൊന്നു മോനെ, വരുന്ന വരവുണ്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹൈ റേഞ്ചിലെ ഡ്രൈവർമാരുടെ ഒരു കഴിവ്. എന്താ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആമപ്പാറയിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കവാടമുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് കേരള സർക്കാർ ജാലകം ഇക്കോ പാർക്ക് ആമപ്പാറ എന്നാണ് ഈ കവാടത്തിൻ്റെ പേര്. ഇവിടുന്ന് ഉള്ളിലോട്ടാണ് നമുക്ക് ആമപ്പാറയിലോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ ഈ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന നമ്മുടെ ഇവിടെ സോളാർ പാടമാണ്. അപ്പം അതിൻ്റെ ഒരു കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പം ഇതാണ് വണ്ടി കയറി വരുന്ന വഴി. വളരെ ദുർഘടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ദാസപ്പനെ കയറ്റിക്കൊണ്ട് വരാത്തത്. ദാസപ്പനെ താഴെ ഇരുത്തിയിരിക്കുകയാണ്. ഇത് സംഭാരമുണ്ടോ? നിങ്ങൾക്ക് സംഭാരം വേണോ? അങ്ങനെ മതിയോ? എന്നാൽ 2 മോരുമ്പളം എന്നാ ചേച്ചി. ചേച്ചിക്ക് ഇത് എത്ര നാളെ തുടങ്ങിയിട്ട്? കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നോ? താഴെയായിരുന്നു. ആയിക്കോട്ടെ. എന്നാണ് ഞങ്ങളൊരു സംഭാരമൊക്കെ കുടിക്കുകയാണ്. പിന്നെ ചേട്ടൻ ആകെ ടയേർഡായി. ഇനി ഇതുപോലുള്ള മലകളിൽ കയറാൻ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കോട്ടയംകാരനല്ല, നമ്മുടെ ഇടുക്കിയിലക്കാരെ ഇവർക്ക് ചെറിയൊരു പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇവിടെയുള്ള ഡ്രൈവർമാരെ ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര രീതിയിലാണ് കാണുന്നത്. ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ജീപ്പ് കയറി വരുന്നത്. നമുക്കിവിടെ പാസും കാര്യങ്ങളും മറ്റൊന്നും ഇല്ല കേട്ടോ. ജീപ്പിന് മാത്രമേ പാസ്സുള്ളൂ, 2 വീലർക്ക് പാസ്സില്ല. അപ്പോൾ ഇനി വരും കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ ഇനി പാസ് വെച്ചായിരിക്കും ഇനിയൊപ്പം നമുക്ക് മുന്നോട്ട് ഇനി പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് ജീപ്പുകൾ ഇന്നേ ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാച്ചിങ് ഗാലറി ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ താഴെയാണ് ഈ ആമപ്പാറ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു കാറ്റാടി പാടമുണ്ട്. നമുക്ക് കാറ്റാടി അല്ല, സോളാർ പാടം. അതും കൂടെ നമുക്കൊന്ന് കാണാൻ പോകണം.
അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു എങ്ങനെ ചേട്ടാ കുഴപ്പമില്ല. ചേട്ടന് കട്ടപ്പനയുള്ളോ? ഞാൻ കണ്ണൂരാണ്. ഇവിടുന്ന് അങ്ങനെ ഒരു നമുക്ക് ശകലം പോയാൽ മതി. ഇപ്പോൾ ഇവിടെ നല്ല ഗ്രാനൈറ്റ് തീർത്തിരിക്കുന്ന ഇരിപ്പിടമാണ്. ഇതെല്ലാം നല്ല എന്നാലുള്ള നല്ല ഗംഭീര കാഴ്ചയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഇരിപ്പിടത്തിന്. പിന്നെ ഇവിടെ എല്ലാം നല്ല കല്ല് പതിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാച്ചിങ് ഗാലറി ഉണ്ട്. നമുക്ക് ആ വാച്ചിങ് ഗാലറിയിലെല്ലാം കയറി നമുക്കൊന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കാം. കാരണം വെച്ചാൽ ഇവിടുത്തെ ആ കാഴ്ചകൾ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഗ്രാനൈറ്റാണ്. അടിപൊളി. ഓക്കെ, ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ പോയിന്റ് എൻ്റെ പൊന്നും മോനെ. അപ്പോൾ അത് ഉണ്ടോ, ആ ആമപ്പാടെ വിടവിൽ കയറാനുള്ള ഒരു ക്യൂ ആണ് താഴെ കാണുന്നത്. അപ്പം ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഗംഭീര കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള അങ്ങോട്ട് ലോങ് സൈറ്റുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ നമുക്ക് രാമക്കൽമേടിൻ്റെ ഒരു ഭാഗം കാണാം. അങ്ങ് കാണുന്നതാണ് കേട്ടോ രാമക്കൽമേട്, അങ്ങ് കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു വാച്ചിങ് ഗാലറി ഉണ്ട്. പിന്നെ ഉണ്ട് ഇവിടുത്തെ നല്ല ടോയ്ലറ്റൊക്കെ നല്ല അടിപൊളി ടോയ്ലറ്റാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉണ്ടോ, ഇതാണ് ടോയ്ലറ്റൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനാണ്. അതെ ഇല്ല ഇതിലെ വരാം. ഇതിലെ എളുപ്പം വാ. ചരിഞ്ഞിറങ്ങി പോരെ, ചരിഞ്ഞു പോരെ, ചരിഞ്ഞു പോരെ. ശിവപോലി നമ്മുടെ ചേട്ടച്ചേരി പോലെയാ, ചേട്ടച്ചേരി പോലെയാ. ചരിഞ്ഞു പോരെ. നേരെ പോരല്ല, നേരെ പോന്നാ കുടുങ്ങി പോവും. ആ അങ്ങനെ പോരെ. നീ പോരെ, ഇറങ്ങി പോരെ. പോയ ചെരുപ്പല്ലേ പോകണം, നമ്മള് പോകുമല്ലോ. സിമ്പിളാ, ഇങ്ങനെയൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആള് പോയി അതിന്റെ അപ്പനോട് ഒന്നും ഉണ്ടാവില്ല. മലന്ന് കിടക്കണം, മലന്ന് കിടന്ന് പയ്യെ പയ്യെ ലേശം ഇഴഞ്ഞു പോകുന്നത്. ഇങ്ങോട്ട് വാ, ഇടത്തോട് പിടിക്കുവാ. അതിന് കയറി അവിടെ ഉണ്ട്.
അവര് ചേറ്റിക്കുന്നത് നമ്മള് ബുള്ളറ്റുമായിട്ട് വന്നിട്ട് ഒരു ഡ്രൈവറിനോട് പറയാം നമ്മൾ അപ്പം ഇനി വേണ്ട ബുള്ളറ്റ് ഞാൻ കയറ്റുമായിരുന്നെങ്കിലോ? അവരെന്നോട് പറയാം ആ ഒരു ഡ്രൈവർ ചെറുക്കൻ നിങ്ങൾ വരുന്ന കണ്ടു, പക്ഷെ നിങ്ങൾ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ഉണ്ടോ ഇപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. മഴയാണ് നമ്മുടെ, അതായത് ഈ തൂക്കുവാലം രാമക്കൽമേട് ഭാഗം മുഴുവൻ മഴയാണ് കാണുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ കണ്ടോ മഴയെന്ന് പറഞ്ഞാൽ ഒരു സംഗതിയില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം തമിഴ്നാടാണ്. അപ്പോൾ എന്നാൽ മേലെ നമുക്ക് ദൂരക്കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ ഭയങ്കര ഗംഭീരമാണ്. പിന്നെ അത് കൂടാതെ നമുക്കിവിടെ നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറാണ്. എന്താ ഇവിടെ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ? എന്നാലും കേട്ടോ, എന്നാലും ഒരുപാട് വണ്ടികൾ ഇന്നേ ദിവസമുണ്ട്, ഭയങ്കര തിരക്കാണ്. നമുക്കിനി ഇവിടെ നമുക്ക് കാറ്റാടി സോളാർ പാടം ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ മഴയാണെങ്കിൽ വലിയ പാടായിരിക്കും. ഞങ്ങൾ തമിഴ്നാട്ടിലേക്കുള്ളൊരു ഇതാണ് കേട്ടോ, ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. വണ്ടി ഇങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ വിനിച്ചേട്ടൻ പറഞ്ഞാൽ എന്നാൽ മഴയാളും വേണ്ടില്ല, നമ്മളങ്ങ് പോവുകയാണ്. ഇതിലെ ഇങ്ങനെ ജീപ്പുകൾ മാത്രമേ ഇറക്കി വിടുള്ളൂ, 2 വീലർ മറ്റുള്ള വണ്ടികളൊന്നും ഇത് ഇറക്കി വിടും. ആ മലയുടെ മേളിലാണ് ചെല്ലേണ്ടത്. പക്ഷേ ഇവിടെ തന്നെയാണല്ലോ നമുക്കൊരു 350 മീറ്ററോളം നടപ്പുണ്ട്. അവിടെ ചെല്ലുന്ന കഴിയുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഒരുമാതിരി ഹോം സ്റ്റേ പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഇത് തമിഴ്നാട് സർക്കാരിൻ്റെയാണോ കേരള സർക്കാരിൻ്റെയാണോ നമുക്കറിയില്ല. ഇവിടെ എല്ലാം ഉണങ്ങി മുറിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. വഴിയൊക്കെ അത്രയ്ക്ക് ദുർഘടമാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള പോക്ക് വലിയ പാടാണ്. അപ്പോൾ വണ്ടിക്കാർ പറയുന്നത് മഴയാണ്, വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരില്ല, മഴ ഇല്ലാത്തതുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ നിന്ന് മഴ പെയ്താൽ മാത്രമേ ഇവിടെ പെയ്യത്തുള്ളൂ. അന്നേരം നമ്മുടെ നേരെ മറിച്ച് കേരളത്തിൽ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മഴ അടിക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും വണ്ടിക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ ധൈര്യത്തിലാണ് നമ്മളും പോകുന്നത്. നല്ല ഉഷാറ് കൂടിയാണല്ലോ നടപ്പും കാര്യങ്ങളല്ല. അവിടെ ചെല്ലുമ്പോൾ കണ്ടോണം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടാണ് ഇരിക്കുന്നൊരു കാവാണ്. ഇവിടെ അതിൻ്റെ പട്ടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു കാവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് അധികം കയറുന്നില്ല. ഇവിടെ എന്തൊരു പട്ട്, ഇവിടെ വിഗ്രഹങ്ങൾ കുറേ മാലകളൊക്കെ കാണുന്നുണ്ട് ആ പാറയിൽ. എന്നാലും ഇഷ്ടം യാത്രക്കാർക്ക് എന്നുവെച്ചാൽ ഓഫ് റോഡ്, ഇതൊക്കെയാണ് ഈ ഓഫ് റോഡ് മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കുറ്റം പറയാണോ? അങ്ങനെ ഇതൊന്നും അല്ല ഓഫ് റോഡ്. നിങ്ങൾ വാഗമണിലേക്ക് എറിഞ്ഞുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഇതിലേം കയറി പോകാം, ഇതിലേം പോകാം. പക്ഷേ ഇതിലേ പോകുന്നതായിരിക്കും സൗകര്യം കൂടുതൽ. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ ഇത് കിടക്കണം. ഇവിടെ മഴ പെയ്തോണ്ട് ഇച്ചിരി കൂടെ പച്ചപ്പുള്ളത്. ഈ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ കയറി പോകുന്നത്. പക്ഷേ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി കയറി വരില്ല. ഇവിടുത്തെ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ദുർഘടമായിട്ടുള്ള വഴിയാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ മണ്ണൊരു പ്രത്യേകത, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെളിയായിരിക്കും. ഉദ്ദേശിച്ച രീതി കൂടി അല്ലായിരിക്കും വണ്ടി പോകുന്നത്. അല്ലേ എൻ്റെ പൊന്നും മോനെ, സുഖമല്ലേ? സുഖമുള്ള കാര്യം ഇരിക്കുമ്പോൾ കയറണ്ട അങ്ങോട്ട്. എവിടെ നിർത്തിയോ? ഇതിലേ വഴി ഇതിലേക്കാണ്. ഈ കാണാൻ മൊത്തം കേട്ടോ സോളാറാണ്. ഇവിടുന്ന് ഇന്നത്തെ പത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര വാർത്ത നിറഞ്ഞാടിയൊരു പ്രദേശമാണിത്. കാരണം വെച്ചാൽ ഈ വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ സോളാറിൻ്റെ മേലെ പൊടിയായതുകൊണ്ട് ചാർജ് ആകുന്നത് എന്തൊക്കെയാണ് ഭയങ്കര വിഷയമായിരുന്നു. ഇപ്പം എന്നാലും വേണ്ടില്ല, അതെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജീവനക്കാരും അതുപോലെ ജില്ലാ കളക്ടറൊക്കെ ഇടപെട്ട് ഇപ്പോൾ ഇത് എന്താ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ജീപ്പൊക്കെ വെളി വന്ന് കിടക്കുന്നത്. അതായത് ജീപ്പ് കയറ്റിവിടിയാലെന്നൊക്കെ പറഞ്ഞേ. ശരിക്കും സംസാരിക്കാൻ പോലും മേല കേട്ടോ, അതുപോലെ കയറ്റമാണ്. പക്ഷേ എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടറിഞ്ചി മല പോലും, അവിടെ ഇതിനും ഡേഞ്ചറാണ്. സിനിയ പോലത്തെ മല കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കയറി നടക്കില്ല. പക്ഷെ എന്താ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ആ മല കയറിയത് തന്നെ.
എങ്ങോട്ട് കാഴ്ചകള് മുമ്പ് വന്നാ മഴയിലേ പോയി പുറത്തേക്ക് പോവോ? എന്താ മോനെ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സൗന്ദര്യം കേട്ടോ. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കേട്ടോ കാണുന്ന മൊത്തം മഴയാണ്. ഇവിടെ മഴ പറയുന്ന സംഭവമില്ല. കാറ്റ് കാരണം കൊണ്ട് നമുക്കിങ്ങോട്ട് റിട്ടേൺ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. കൊട്ടാരക്കര ഇവിടെ കുന്നിക്കോട്. നിങ്ങൾ ബസ്സിനാണോ അതോ ജീപ്പിനാണോ? ജീപ്പിനാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? അടിപൊളിയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇപ്പൊ കാണാം. വർഷങ്ങൾക്ക് മുമ്പ് 3 തവണ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുതിയ പ്ലേസുകളൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിരിക്കണം. ഈ ആമപ്പാറയും ഈ പോയിന്റൊക്കെ ഉണ്ട്. കാരണം 3500 അടി ഹൈറ്റിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു വൈബ് വേറെ എങ്ങും കിട്ടില്ല. ഓക്കെ. റൈഡർ പ്രേമി. ഓക്കെ. നിങ്ങളങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് കാത്തട്ട അങ്ങോട്ട്. എന്നാണ് വേണ്ടിയില്ല, നിങ്ങളുടെ ജീവിതം അയറേഞ്ച് തീർന്നു. 24 നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ അയറേഞ്ചിന്റെ ജീവിതം. പിന്നെ ചേട്ടനാണല്ലോ എല്ലാവർക്കും ആകർഷം. നിങ്ങൾ ഈ വണ്ണം കണ്ട എല്ലാവർക്കും ആകർഷം നിങ്ങളെയാണല്ലോ അത്. മടുപ്പായോ? താമസിക്കൊള്ളാം വീടൊന്നും കണ്ടില്ല. അവർക്കിത് ഭയങ്കര ഇതായിരിക്കും. കാരണം അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യമില്ലാട്ടോ ഇങ്ങനെ ടൂർ പോരുവാന്നൊക്കെ പറയുമ്പോഴത്തേക്കേ നമ്മളാണല്ലോ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. എവിടെയെങ്കിലും ടൂർ പോകുന്നത് നമ്മുടെ ഒരു സമ്പാദ്യത്തിൻ്റെ നീക്കിവാക്കി വെച്ചിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത്. വേറെ ടൂർ പോകാൻ പറഞ്ഞാൽ ആരും സമ്പാദ്യം തരുന്നില്ലല്ലോ. അടിപൊളി മകളെ. ആയ് എന്താ അല്ലേ മോനെ, തമിഴ്നാട്ടിൻ്റെ വൈബ് കണ്ട. അങ്ങനെ ഈ കാണുന്ന കേട്ടോ രാമക്കൽമേടിൻ്റെ ഓപ്പോസിറ്റില്ല, ഒരു സൈഡാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച പറയാൻ ഭയങ്കര ഗംഭീരമാണ്. കല്ല് അടുക്കി വെച്ചിരിക്കുന്നവരാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇവിടുന്ന് കാണുന്ന